അപ്പോൾ പാർട്ടി തിരുത്തും. പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും. ആ രീതിയിൽ പാർട്ടി മാറും. ആ കൂട്ടത്തിൽ ഞാനും മാറും. പാർട്ടി ലൈനിനൊപ്പം വർത്തമാനം പറയണമെന്നുള്ളതാണ് പാർട്ടിയുടെ നിർദ്ദേശം. ഞാൻ പാർട്ടി ലൈനിനൊപ്പം തന്നെയാണ്. ആ ഇടതു നിരീക്ഷകനാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. അത് നിങ്ങൾ മാധ്യമങ്ങളല്ലേ ചെയ്യുന്നത്. ഇതിന് എൻ്റെ വീക്ഷണകോൾ ഇടതു നിരീക്ഷകനെന്നോ അതൊക്കെ മാധ്യമങ്ങൾ ചെയ്യുന്ന. ഇടത് നിരീക്ഷകനായി ചർച്ചകളിൽ നമുക്ക് സുപരിചിതമായ മുഖമാണ്. എന്നാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളൊന്നും ഇനി പറയാൻ പാടില്ല എന്നൊരു നിർദ്ദേശം ഇപ്പോൾ വന്നിരിക്കുകയാണ്. എന്താണ് അതിൽ പറയുക? അല്ല, പാർട്ടി അംഗങ്ങളെ സംബന്ധിച്ച് പാർട്ടി അംഗത്വം എടുക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരു സത്യപ്രതിജ്ഞ ചെയ്യാറുണ്ട്. പാർട്ടിയുടെ പരിപാടിയും ഭരണഘടനയ്ക്കും അനുസരിച്ച് മാത്രമേ പാർട്ടി അംഗങ്ങൾ പ്രവർത്തിക്കാൻ പാടുള്ളൂ. പാർട്ടി ലൈനിന് വിപരീതമായി പ്രവർത്തിച്ചു എന്ന് പാർട്ടി ഒരു നിർദ്ദേശം, പാർട്ടി ലൈനിനൊപ്പം പോകണം എന്നൊരു നിർദ്ദേശമാണ്. അത് എല്ലാ പ്രാവശ്യവും കമ്മിറ്റികൾ കൂടാറുണ്ട്. ആ കമ്മിറ്റിയിൽ അസ്വാഭാവികതയൊന്നുമില്ല. പിന്നെ ബാക്കി വരുന്ന താക്കീത്, ശാസന തുടങ്ങിയിട്ടുള്ളതൊക്കെ മാധ്യമ സൃഷ്ടികൾ മാത്രം. പാർട്ടി ലൈനിനൊപ്പം വർത്തമാനം പറയണമെന്നുള്ളതാണ് പാർട്ടിയുടെ നിർദ്ദേശം. ഞാൻ പാർട്ടി ലൈനിനൊപ്പം തന്നെയാണ്. ഞാൻ മനോരമയിലും അതുപോലെ അതിനുശേഷം നടത്തിയിട്ടുള്ള ചർച്ചകളിലെ എൻ്റെ ബോധ്യം പാർട്ടി ലൈനിനൊപ്പം തന്നെയാണ് ഞാൻ സംസാരിച്ച് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയുടെ നിലപാടുകളായിരുന്നു ഞാൻ വർത്തമാനം പറഞ്ഞത്. അത് പാർട്ടിയെ കറക്റ്റ്ലി ഫോഴ്സാക്കാൻ വേണ്ടിയിട്ടാണ് എനിക്ക് ചെയ്യാൻ കഴിയുന്നത്. പാർട്ടിയുടെ ഈ ഏതെങ്കിലും വ്യതിയാനങ്ങൾ അല്ലെങ്കിൽ റിവിഷൻസ് ലൈനിലേക്ക് പോകുമ്പോൾ ഒരു പാർട്ടി അംഗം ചെയ്യേണ്ട ഉത്തരവാദിത്വം എന്ന നിലയിൽ ദീർഘകാലമായി ഞാൻ ഈ പാർട്ടിയിൽ 3.5 പതിറ്റാണ്ട് കാലമായിട്ട് ഞാൻ ഈ പാർട്ടിയിൽ അംഗമാണ്. അപ്പോൾ അംഗം മാത്രമാണ്. ഞാനൊരു സാധാരണ പാർട്ടി പ്രവർത്തകൻ അല്ലെങ്കിൽ പാർട്ടി അംഗം മാത്രമാണ്. അപ്പോൾ സ്വാഭാവികമായും എനിക്കങ്ങനെ വലിയ വലിപ്പമൊന്നുമില്ല. അപ്പോൾ ആ വലിപ്പം ഉണ്ടാക്കി തന്നതും ഈ പാർട്ടി തന്നെയാണ്. തിരുത്തൽ ശക്തി എന്ന നിലയിൽ പ്രവർത്തിക്കേണ്ടത് പാർട്ടിക്ക് അകത്താണെന്നുള്ളൊരു തോന്നലുള്ളത് കൊണ്ടായിരിക്കുമോ പാർട്ടി അങ്ങനെ പറഞ്ഞാൽ? ഇപ്പം ചാനൽ ചർച്ചകളിൽ അത്തരം കാര്യങ്ങൾ പറയണ്ട എന്നുള്ളൊരു നിലപാട് കൊണ്ടായിരിക്കുമോ അങ്ങനെ ഒരു ഇതിലേക്ക് എത്തിയത്, അങ്ങനെ ഒരു നിലപാടിലേക്ക് പാർട്ടി എത്തിയിട്ടുണ്ട്? അല്ല, പാർട്ടി എപ്പോഴും അങ്ങനെ തന്നെയാണ്. പൊതുമണ്ഡലത്തിൽ പാർട്ടിയെ വിമർശിക്കുന്ന നടപടികൾ ചെയ്യാൻ പാടില്ല. പാർട്ടിക്ക് ഒരുപാട് അംഗങ്ങളുള്ള പാർട്ടിയാണ്. വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ടാവും. ആ അഭിപ്രായങ്ങൾ എപ്പോഴും സ്വാംശീകരിച്ച് ചർച്ചകളിലൂടെ സ്വാംശീകരിച്ച് ഏക അഭിപ്രായത്തിലേക്ക് വരുന്നതാണ് പാർട്ടി ലൈൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ലൈനിനൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. വ്യത്യസ്ത അഭിപ്രായം ഉണ്ടാവാം. അത് ഘടകങ്ങളിൽ പറയുക എന്നുള്ളതാണ് ഒരു പാർട്ടി അംഗത്തിൻ്റെ പ്രാഥമിക കർത്തവ്യം. അത് ലംഘിച്ചു എന്നുള്ളതാണ് പാർട്ടിയുടെ കണ്ടെത്തൽ. അത് അങ്ങനെ അല്ല, പാർട്ടി ലൈനിനൊപ്പം സഞ്ചരിക്കണം എന്നുള്ളത് തന്നെയാണ് എൻ്റെയും ബോധ്യം. ഇനിയിപ്പോൾ ഇത്തരത്തിലുള്ള ഒരു വിമർശനം താങ്കൾ പറഞ്ഞത് താങ്കളുടെ ബോധ്യത്തിൽ നിന്ന് പറഞ്ഞതാണ്, ഒരു പ്രവർത്തനം എന്ന ഒരു തിരുത്ത ശക്തിയായി നിന്ന് പറഞ്ഞതാണ്. അപ്പോൾ ഇനിയും ഇത്തരം വിമർശനങ്ങൾ തുടരുമോ, അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങൾ ഇനിയും പറയാൻ മുതിരുമോ? അല്ല, അങ്ങനല്ല. നമ്മുടെ ബുദ്ധിയുടെയും മനസ്സിൻ്റെയും ഒരു സമീകരണത്തിലൂടെയാണ് വാക്ക് പോലും വരാറുള്ളത്. അപ്പോൾ ബുദ്ധിയും മനസ്സും എവിടേക്ക് സഞ്ചരിക്കുന്നു. ആത്മവഞ്ചന ചെയ്ത് വർത്തമാനം പറയുക എന്ന് പറയുന്നത് ഛർദിലുണ്ടാക്കുന്ന ഒരു കാര്യമാണ്. അത് ഒരു കാരണവശാലും അങ്ങനെ ആയിരിക്കില്ല, അങ്ങനെയല്ല നിലപാടെടുക്കേണ്ടത്. പാർട്ടിയും അത്തരത്തിൽ വലിയ തിരുത്തലിലേക്ക് വരുന്നു എന്ന സൂചനകളാണ് പാർട്ടി ഇപ്പോൾ മാധ്യമങ്ങളിൽ നിന്നൊക്കെ കേൾക്കുന്നത്. അപ്പോൾ പാർട്ടി തിരുത്തും. പാർട്ടിക്ക് എന്തെങ്കിലും തെറ്റുപറ്റിയിട്ടുണ്ടെങ്കിൽ തിരുത്തും. ആ രീതിയിൽ പാർട്ടി മാറും. ആ കൂട്ടത്തിൽ ഞാനും മാറും. ഇത്തരം വിമർശനങ്ങൾ തുടർന്നാൽ ഇനി ഇടത് നിരീക്ഷകനായി ഇരിക്കേണ്ട, മറിച്ച് രാഷ്ട്രീയ നിരീക്ഷകനായി വേണമെങ്കിൽ ചർച്ചയിൽ പങ്കെടുത്തോ എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് പാർട്ടി. അപ്പോൾ ഇനി നമുക്ക് എങ്ങനെയായിരിക്കും ഇനി ഒരു ചർച്ചയിൽ വരുമ്പോൾ എങ്ങനെയായിരിക്കും കാണാൻ കഴിയും? അങ്ങനെ നിലപാട് തുടരുമോ എന്നുള്ളതാണ്. അല്ല, ഇടത് നിരീക്ഷകനെന്നോ CPM സഹയാത്രികനെന്നോ ഒക്കെയാണ് പലപ്പോഴും അടിയിൽ എഴുതി കാണിക്കുന്നത്. ഇത് ഞാനല്ല തീരുമാനിക്കുന്നത്. ഇത് മാധ്യമങ്ങൾ, അതാത് മാധ്യമങ്ങളുടെ അവിടെ PCRലുള്ള അവരുടെ സ്വാതന്ത്ര്യമാണ് അത് ചെയ്യുന്നത് എന്നുള്ളതറിയാം. ഞാൻ ഇടത് നിരീക്ഷകനെന്ന് പറയുന്നത് വലിയ അഭിമാനം കൊള്ളുന്ന ആളാണ്. പാർട്ടിയുടെ 35 കൊല്ലത്തെ പാർട്ടി അംഗത്വം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ അമ്പർലയാണ്, എന്നെ സംരക്ഷിച്ച് തീർന്ന അമ്പർലയാണ്. അപ്പോൾ ആ സ്വാതന്ത്ര്യം ഞാൻ എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ല, അതിൽ ആ ഇടതു നിരീക്ഷകനാണ് എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ. അത് നിങ്ങൾ മാധ്യമങ്ങളല്ലേ ചെയ്യുന്നത്. ഇതിന് എൻ്റെ വീക്ഷണകോൾ ഇടതു നിരീക്ഷകനെന്നോ അതൊക്കെ മാധ്യമങ്ങൾ ചെയ്യുന്ന. രാഷ്ട്രീയ നിരീക്ഷകൻ എന്ന ഒരു ലേബലിലേക്ക് വിളിച്ചാൽ പോകുമോ? അല്ല, അത് രണ്ടും രാഷ്ട്രീയമാണല്ലോ. ഒരു വശത്തെ മാത്രം പറയുന്നതല്ലല്ലോ, രണ്ടും രാഷ്ട്രീയമാണ്. അപ്പോൾ അത് ഇടതു നിരീക്ഷകനായാലും രാഷ്ട്രീയ നിരീക്ഷകനായാലും പറയേണ്ടത് അഭിപ്രായം ഞാൻ തന്നെയല്ലേ എൻ്റെ അഭിപ്രായം പറയുന്നത്.